ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇതൊരു ഹൽവയാണേ, സോപ്പൊന്നും അല്ല കേട്ടോ. അപ്പോൾ നമുക്കൊരു ബീട്രൂട്ട് ഹൽവ നോക്കിയാലോ? അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന 4 ബീട്രൂട്ടാണ് കേട്ടോ. അപ്പോൾ എത്ര ഗ്രാം ഉണ്ടെന്നൊന്നും നോക്കിയിട്ടൊന്നുമില്ല. എന്തായാലും അതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ടൊന്ന് എടുക്കണം. തൊലിയൊക്കെ ചെത്തി മൂക്കൊക്കെ ചെത്തി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകി വാരി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട്. അതാകുമ്പോൾ നമുക്ക് അരച്ചെടുക്കാനൊക്കെ എളുപ്പമുണ്ടാവും. അതേ മറിച്ച് നമ്മൾ ചെറിയ എന്താ പറയുക കഷ്ണങ്ങളായിട്ടൊക്കെ എടുക്കുന്നതെങ്കിലുണ്ടല്ലോ നമുക്കിത് അരയ്ക്കുമ്പോൾ മിക്സിയിൽ അരയ്ക്കാനൊക്കെ ആയിട്ട് ഭയങ്കര പാടാവില്ലേ. അപ്പോൾ ഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരച്ച് കിട്ടും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4 ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് അത് മുഴുവനോ പകുതിയോ എങ്ങനെ വേണേലും ആവാം. ഒരു കുഞ്ഞ് ഗ്ലാസ്സിൽ, അതായത് ഒരു 50 മില്ലിയോളം വെള്ളം കാണും. ഒരു കുഞ്ഞ് ഗ്ലാസ്സാണേ. അതിൻ്റെ അകത്തോട്ട് ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പറ്റുന്ന പോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഒരു കടായിലേക്ക് ഇത്തിരി എന്താ പറയുക നെയ്യ് ഒഴിച്ചു കൊടുത്തോളുക. പിന്നെ ഈക്വലായിട്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് തന്നെ വേണ്ടവർക്ക് അത് മാത്രം മതിയാവും. ഞാനിവിടെ നെയ്യ് ഒരുപാട് ഇഷ്ടമല്ലാത്തത് കൊണ്ടാട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് കണ്ടു കഴിഞ്ഞാൽ ഓർക്കും ഇത് പായസത്തിനല്ലേ മുന്തിരിങ്ങയൊക്കെ ചേർക്കുന്നത്. എൻ്റെ കിട്ടിയ നട്ട്സ് ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവിടെ ബദാമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളാകുമ്പോൾ കിട്ടണമെന്നില്ലല്ലോ. ഇത് തന്നെ കിട്ടിയത് ഭാഗ്യം. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാടില്ല, ചെറുതായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം എന്താ പറയുക പച്ചമണമെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം, അതൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് എല്ലാം കൂടെ അതിൻ്റെ പേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, മിഡിലായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നമ്മുടെ നെയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തോളാം. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നമുക്ക് കേട്ടോ. അപ്പോൾ ചുമ്മാ വേവിച്ചെടുത്താൽ മാത്രം പോരാ കേട്ടോ, അതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നോണം. വെറുതെ നമ്മൾ അടച്ച് വെച്ച് വേവിച്ചിട്ടൊന്നും കാര്യമില്ല. ആ വെള്ളം വറ്റുന്നതിനോടൊപ്പം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ വെള്ളം വറ്റി വരുന്നതോടൊപ്പം കുറുകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏകദേശം ഒരു എന്താ പറയുക ഒരു കുറുക്ക് പോലെ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു കുറച്ച് കോൺഫ്ലോറും കുറച്ച് അരിപ്പൊടി. ഇനിയിപ്പം ഈ കോൺഫ്ലോർ മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. അരിപ്പൊടി എന്താ പറയുക നമ്മുടെ ഈ അപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയുണ്ടല്ലേ, അതും കൂടി അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പുട്ടുപൊടി എടുക്കല്ലേ. അപ്പോൾ അതും കൂടി ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ തരികളില്ലാതെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ടല്ലോ. നമ്മുടെ ഈ കുറുകി വന്നിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതെല്ലാം ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഈ നമ്മുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്തും ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് അടിയിൽ ഇളക്കി ഇങ്ങനെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ മിക്സുകളെല്ലാം കൂടെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഉണ്ടല്ലോ ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുത്തോളുക. അതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ കുറുകി വരുന്ന സമയത്ത് നമ്മുടെ കടായിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നെയ്യ് തന്നെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയാണേലോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഈ കുറുകി അടി പിടിക്കുന്ന ആ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ മാറി കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത്തിരി വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് നമ്മൾ കുറുകി വന്ന് ഏകദേശം ഒരു വേവ് നമുക്ക് മനസ്സിലാവും. അത് കാണുമ്പോൾ നല്ല പേസ്റ്റ് പോലെ വരും. ആ സമയത്ത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പോളം ശർക്കര പാനി എടുത്തിട്ടുണ്ടേ. അത് അതിൻ്റെ ഒരു അളവ് പ്രത്യേകിച്ച് ഒത്തിരി പറയാൻ പറ്റത്തില്ല, കാരണം നമുക്ക് ശർക്കര കിട്ടുന്നത് ഇവിടെ നിങ്ങൾക്ക് ക്യൂബായിട്ട് അല്ലെങ്കിൽ ഉരുണ്ട ശർക്കരയോ അങ്ങനെയൊന്നുമല്ല, നമുക്കല്ലാതെ ലൂസായിട്ട് സാധാ രീതിയിലാണ് വരുന്നത്. ഈ ശർക്കര ഉണ്ടാക്കുന്നിടത്തുനിന്ന് അങ്ങനെ കിട്ടുന്നതാണേ, അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ ഞാനതിനെ കുറേ എടുത്ത് പാനിയാക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ, ഒരുപാട് തിക്കായിട്ടല്ല, എന്നാൽ കുറച്ച് തിക്കാണ് താനും. അപ്പോൾ നല്ല മധുരമുള്ള ശർക്കരയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇത്രയും മധുരം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഹൽവയ്ക്ക് മധുരം ഉള്ളതാണല്ലോ നല്ലത്. എന്തായാലും അത് ഒഴിക്കുന്ന സമയത്ത് ഒഴിച്ച് നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ ഓർക്കും സിമ്പിളാണെന്ന്, പക്ഷേ അതല്ല. അതിൻ്റെ ആ ഒരു കുറേ കട്ടകൾ പോലെ നമ്മൾ ശർക്കര പാനി ഒഴിച്ച് കഴിയുമ്പോൾ നല്ല കട്ട പോലെ ഇങ്ങനെ കിടക്കും. അപ്പോൾ ആ കട്ടയെല്ലാം ഏകദേശം ഉടഞ്ഞ് അത് അവസാനം ആകുമ്പോഴത്തേക്കും നോർമൽ ലെവലിലേക്ക് വരും. പക്ഷേ അത് നന്നായിട്ട് ഇളക്കി കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, സൈഡിൽ കൂടെ വരുന്നതുമെല്ലാം. അപ്പോൾ ഇപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഈ അടിയിൽ പിടിക്കണ പോലെ തോന്നി, നമുക്കത് മനസ്സിലാവും. അന്നേരം കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുത്തോളുക കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ പിന്നെയും മിക്സ് ചെയ്യുക, കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നോളുക ലോ ഫ്ലെയിമിൽ തന്നെ. അപ്പോൾ എന്താ പറയുക ആ സൈഡിൽ കൂടെ ഉള്ളതെല്ലാം മാറ്റിയിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ പല വേവായിട്ട് കിടക്കും. പിന്നെ അതിനിടയ്ക്ക് സൈഡിൽ കൂടെ ഉള്ളത് പിടിച്ചിരിക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഏകദേശം ആയി വരുന്നേ ഉള്ളൂ. ഇനിയുണ്ട് വെള്ളം വിടാനായിട്ട്, നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ആ ശർക്കരയൊക്കെ കൂടെ കുറുകി വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന നെയ്ക്കകത്ത് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ആ കടലയോ അല്ലെങ്കിൽ വെളുത്ത എള്ള് ചേർക്കാം. ഇപ്പം ഞാനിവിടെ ചേർക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇത്തിരി തേങ്ങാക്കൊത്ത് വറുത്തിടുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ പിന്നെ അതൊരു എണ്ണ കുറവുള്ള പോലെ തോന്നി. അപ്പോൾ അത് കണ്ടോ, എണ്ണ ഒഴിച്ചു കൊടുത്തപ്പം നമ്മുടെ ആ ഹൽവ ആയി വരുന്ന ആ സമയത്ത് നമ്മുടെ കടായിൽ നിന്ന് പറഞ്ഞു പോകുന്ന പോലെ, അതും വെവ്വേറെ വരുന്ന പോലെ തോന്നും. അത് കണ്ടോ, നമുക്കത് നന്നായിട്ട് മനസ്സിലാവും, മാറി വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഹൽവ ഇവിടെ റെഡിയാണ്. അപ്പോൾ ആ
ചൂടോടുകൂടി തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇത്തിരി അണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതും പെട്ടെന്ന് തന്നെ അതൊന്ന് സെറ്റ് ചെയ്തെടുത്തോളുക, വേഗം കോരിയിട്ടിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ശർക്കരയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ ശർക്കര ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൽവ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല. നോർമലായിട്ട് തന്നെ വെച്ചാൽ മതി. നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ ശരിയായിക്കോളും. പിന്നെ ഇതൊന്ന് അതിൻ്റെ മേലഭാഗം ഒന്ന് റെഡിയാക്കാനായിട്ട് ഒരു സ്പൂണിൻ്റെ അടിയിൽ ഇത്തിരി നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ചേർത്തിട്ട് ഒന്ന് തടവി കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് തണുത്ത് കിട്ടി. അന്നേരം നമുക്കൊന്ന് റെഡിയായോ എന്ന് നോക്കാം കേട്ടോ. ദേ നമ്മുടെ ഹൽവ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ബീട്രൂട്ടിൻ്റെ രുചി ഒന്നും വരുന്നില്ല. ഇനിയിപ്പോൾ എന്ത് എസൻസ് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാൻ, കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ആദ്യം പറഞ്ഞല്ലോ വാനില എസൻസ് ഒരു ശകലം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഹൽവയെന്ന് പറയത്തേ ഇല്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. താങ്ക്